ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി. ഇന്ന് ഞാനേ പോകുന്നുള്ളൂ. വെയിറ്റ് ചെയ്യുമ്പോൾ ലേറ്റായി. ഓൾറെഡി യൂബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ ചില സമയത്ത് ഓട്ടോ ബുക്ക് ചെയ്യും, ചില സമയത്ത് യൂബർ ബുക്ക് ചെയ്യും. ഏതിലാണോ റേറ്റ് കുറവ് അതിനനുസരിച്ച് അങ്ങ് പോവുക, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് പള്ളിയിൽ പോയാലോ? ഓക്കെ, അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം, യൂബർ വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നത് തൊട്ട് വീഡിയോസ് എടുക്കാം. കോള് വരുന്നു യൂബറിൽ നിന്ന് കേട്ടോ. 3 മിനിറ്റ്സ്. അപ്പം ഞാൻ താഴെ പോകുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമായിരിക്കും. ടിഷ്യൂ എടുത്തില്ല, തിരിച്ചു പോട്ടെ. ഓൾറെഡി ഞാൻ പ്രേയറിന് പോകാൻ ലേറ്റാണ്. പിന്നെ അതുമല്ലാണ്ട് യൂബർ ഓട്ടോയാണ് ഞാൻ ചൂസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ, പോട്ടെ ഒരു 30 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കാറാണ് എപ്പോഴും എടുക്കാറ്, യൂബറിൻ്റെ. പിന്നെ സാഹചര്യ സമ്മർദ്ദമാണ് കാരണം. യൂബർ ഓട്ടോ അല്ലെങ്കിൽ കാറ്, ഇതിലേതിലാണോ റേറ്റ് കുറവ് കാണിക്കുന്നത് അതങ്ങ് ചൂസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്ക് എടുക്കുന്നതിന് മുന്നേ ആണ് ഈ വീഡിയോ വ്ലോഗ് എടുത്തത്. അതുകൊണ്ടാണ് ഈ പോർഷനിലൊന്നും വോയിസ് ക്ലിയർ അല്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പ്രേയറൊക്കെ കഴിഞ്ഞു. ആ വിഷ്വൽസ് ഞാൻ അധികം എടുത്തില്ല. അത് തീർച്ചയായിട്ടും അതൊരു ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. പിന്നെ ഞാനിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ബ്രദറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ചില ദിവസം സ്പേസ് ഉണ്ടെങ്കിൽ കയറി വരും. ഇന്നതാ ബീഫും കൂടെ മേടിച്ചു, ബീഫ് ബിരിയാണി മേടിച്ചായിരുന്നു. സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ വൈഫുണ്ട്. അവർ ആക്ച്വലി അവരുടെ ദ വേ ഓഫ് ദേ ആർ ഷോയിങ് ലവ് ബിറ്റ്വീൻ സോ ബ്യൂട്ടിഫുൾ. നമ്മൾ കണ്ടിരിക്കും. പ്രൈസ് ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് പറയുന്നത്, നമ്മൾ പ്രാർത്ഥനയോടുകൂടി പോകുന്നൊരു കുടുംബം, അവരുടെ കുടുംബത്തിൽ കാണാൻ കഴിയും നമുക്ക് ആ ഒരു പീസും ആ ഒരു ദ വേ ദേ ആർ. അവരുടെ ഫാമിലി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരുടെ ആ ഫാമിലി മുന്നോട്ട് അവർ കൊണ്ടുപോകുന്നത് എന്നുള്ളത്. സോ ഭയങ്കര കാമായിട്ടും പേഷ്യൻസോടുകൂടി ഓരോ ഡിസിഷൻസ് ഡീൽ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്കും കുറച്ച് ഹെൽപ്ഫുള്ള് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം സ്വന്തമായിട്ട് എനിക്ക് കാറില്ല. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഞങ്ങൾ ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ചതാണ്. ഞാനാണ് പള്ളിയിൽ പോകുന്ന ഒരാൾ. അവർ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അവരെ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് നടക്കും, ഇറങ്ങി നടക്കും. ചില ദിവസം ഇവിടെ ആക്കി തരും കേട്ടോ. പക്ഷേ ഈസി എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിൽ നിന്ന് അവരെ അങ്ങോട്ട് പോകുന്നതാണ് എളുപ്പം. ഇന്നിപ്പം ചില ദിവസങ്ങൾ ബ്രദർ സ്ട്രെയിറ്റ് ലൈനും വന്ന് ബ്രദറിനും ഇടയ്ക്കെങ്കിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ മോസ്റ്റ്ലി അവിടെ ആക്കും. ചില ദിവസം ഇവിടം വരെ കൊണ്ടാക്കി തരാറുമുണ്ട്. ഡിപ്പെൻസ്, ഇറ്റ്സ് ഫൈൻ. ചോദിക്കാറുണ്ട്, മോളെ ഓക്കെ അല്ലേ, ഇവിടെ നിന്ന് നടന്നോളൂ അല്ലേ എന്ന് ചോദിക്കും. അപ്പം കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 ഇയേഴ്സായിട്ട് വാടകയ്ക്ക് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് വർക്കുകൾക്ക് ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് റെൻറ്റിന് മാറിയത്, എനിക്ക് വേണ്ടി. അപ്പോൾ ആ പ്രഷർ 6 ഇയേഴ്സായിട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും എത്ര രൂപയായി വാടക, എല്ലാ കാര്യങ്ങളും ഓരോ മാസവും വാടക അടയ്ക്കാനും. സൺഡേ പള്ളിയിൽ പോയിട്ട് വന്നാൽ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത് പതിവാണ്. 2:30 വരെ സൺഡേയിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഒന്ന് കയറട്ടെ. 21-ാം തീയതി 5:30 വൈകുന്നേരം ആയിരുന്നു ചേർച്ചിലെ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്തിയിരുന്നത്. ഞാൻ പോകാൻ കുറച്ചൊന്ന് ലേറ്റായി, അതാണ് മൊത്തത്തിലൊരു ഇരുട്ട്. പിന്നെ മുന്നേ ഞാനിട്ട വീഡിയോ ഇല്ലേ, അത് ഞാൻ കഴിഞ്ഞ സൺഡേക്ക് പോയപ്പോൾ എടുത്ത വിഷ്വലായിരുന്നു കേട്ടോ. 2 വിഷ്വൽസും കൂടെ ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചു.
ഫലൂഡ നേഷൻ ഞാൻ എപ്പോഴും വരാറില്ല, പാഴ്സലാണ് മേടിക്കുന്നത്. എപ്പോഴും പാഴ്സലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. Are you ready to love? Only God can return that love to you more than anyone else. എല്ലാ ദൈവവും ഒന്നാ, നമ്മൾ പല പല പേരുകൾ വിളിക്കുന്നു എന്ന് മാത്രം. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു, അവരും എന്നെ ബഹുമാനിക്കുന്നു. സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹമുള്ളിടത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ടാവും. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.